വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ തിരുവചനങ്ങൾ. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാവമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ഉദ്ദേശത്താൽ മാത്രം വന്നവരാണ് ആ ജനക്കൂട്ടത്തിലുണ്ടായിരുന്നത്. അതിനായി അവർ മോശയുടെ നിയമം ഉദ്ധരിക്കുകയും ചെയ്യുന്നു. 1-2 പ്രാവശ്യമല്ല കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന ആവശ്യം അവർ ഉന്നയിക്കുന്നത്. വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നെന്ന്. ചിലപ്പോഴൊക്കെ ഈ ഒരു സ്വഭാവവിശേഷം നമ്മളും പുലർത്താറില്ലേ? നമ്മുടെ ദൃഷ്ടിയിൽ തെറ്റുകാരെന്ന് തോന്നുന്നവരെക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം നമുക്കുണ്ടോ? ഒരു വ്യക്തിയോടല്ല, പല വ്യക്തികളോട് പലയിടങ്ങളിൽ വെച്ച് പല സമയങ്ങളിൽ ആവർത്തിച്ച് കുറ്റം പറയുന്ന ശീലം പുലർത്തുന്നവരാണ് നമ്മളെങ്കിൽ ഓർക്കുക, ദൈവം വിധിക്കുന്നത് നമ്മുടെ ആവർത്തിച്ചുള്ള കുറ്റം പറച്ചിലുകൾ കേട്ടിട്ടല്ല എന്ന കാര്യം. ദൈവം കരുണയുള്ളവനാണ്. ഈശോ ഒരു കാര്യം മാത്രമാണ് ആ സ്ത്രീയോട് പറഞ്ഞത്, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പോയിക്കൊള്ളുക, ഇനി മേലിൽ പാപം ചെയ്യരുത്. ഇതാണ് നമുക്കുള്ള മാതൃക. നമ്മെ ജീവനാർത്ഥമായ ശംശനികരും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും നീക്കും.